ഇനി നമ്മൾ പോകുന്നത് പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ആകാതെ താരസംഘടനയായ അമ്മ, പ്രത്യേകിച്ച് മുതിർന്ന താരമായ മല്ലിക സുകുമാരന് പിന്നാലെ അഡ്ഹോക് കമ്മിറ്റിയിലെ ആശ അരവിന്ദും രാജിവെച്ചു എന്നത് സംഘടനയ്ക്ക് വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ പോലും അമ്മ ഭാരവാഹികൾ ഇപ്പോൾ തയ്യാറാകുന്നില്ല. ആരോപണ വിധേയരായ കമ്മിറ്റിയിലെ ആരും അഡ്ഹോക് കമ്മിറ്റിയിൽ ഉണ്ടാകരുത് എന്ന് അമ്മയിൽ പൊതുവിൽ അഭിപ്രായം ഉയർന്നിരുന്നു. അഡ്ഹോക് കമ്മിറ്റിയിൽ ശ്വേത പ്രസിഡന്റായിരുന്ന സമിതിയിലെ ഡോക്ടർ റോണിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. അതേസമയം ഈ മാസം 26-ന് ശ്വേതയും ലക്ഷ്മിപ്രിയയും ഉൾപ്പെടെ മാധ്യമങ്ങളെ കണ്ടേക്കും എന്ന റിപ്പോർട്ടുകൾ ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അഡ്ഹോക് കമ്മിറ്റി പ്രവർത്തനം തുടങ്ങും മുമ്പ് കൂടുതൽ വെളിപ്പെടുത്തലിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞയാണ് ചേരുന്നത്. ആജ്ഞ, ഭരണസമിതി കൂട്ടത്തോടെ രാജിവെച്ചൊരു പശ്ചാത്തലത്തിലാണ് അഡ്ഹോക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണം മുന്നോട്ട് പോകുന്നത്. പിന്നീടുണ്ടായ പ്രതികരണം, അതിലെല്ലാം വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഉടനെ തന്നെ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് നടക്കും എന്ന് ചിലർ പറയുകയുണ്ടായി. എന്നാൽ ഈ അമ്മയിൽ നിന്ന് തന്നെ അംഗത്വം രാജിവെച്ച പശ്ചാത്തലത്തിൽ പലതും തുറന്നു പറയാനുണ്ട് എന്ന് ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുകയുണ്ടായി. അപ്പോൾ അത്തരം കൂടുതൽ പ്രതികരണങ്ങൾക്കുള്ള സാധ്യത ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഇതിൻ്റെ സംഘടനാ നടത്തിപ്പ്, ഒരു സംവിധാനം അവിടെയുണ്ട്, അതിനെ മുന്നോട്ട് ചലിപ്പിക്കണമല്ലോ. അതിൻ്റെ മുന്നോട്ട് പോക്കും വലിയ പ്രതിസന്ധിയിലാവുകയാണ്. അഭിലാഷ്, ഈ 26-ാം തീയതി ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയും അടക്കമുള്ള അമ്മയിലെ രാജിവെച്ച ആളുകൾ, സംഘടനയിൽ നിന്നും രാജിവെച്ച ആളുകൾ വാർത്താസമ്മേളനം വിളിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വെളിപ്പെടുത്തലുകൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ശ്വേതാ മേനോൻ രാജിവെച്ച സാഹചര്യത്തിൽ തന്നെ പറയുന്നുണ്ട്, സംഘടനയുടെ ഭാഗമായതുകൊണ്ട് മാത്രമാണ് താൻ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ സംഘടനയ്ക്കെതിരെ നടത്താറ് സംഘടനയുടെ അധ്യക്ഷ എന്നുള്ള നിലയിലാണ്. അതുകൊണ്ട് തന്നെയാണ് പല ചോദ്യങ്ങൾക്കും താൻ മറുപടി പറയാതിരുന്നത്, മാധ്യമങ്ങൾക്ക് മുൻപിലായാലും മറുപടി പറയാതിരുന്നത്. കുറ്റാരോപിതർക്ക് തന്നെ ഇതിൽ ഈ കമ്മിറ്റിയെ കുറിച്ച് ചാടിക്കണമെന്നും അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്നും അവരുടെ കയ്യിലേക്ക് തന്നെ സംഘടനയുടെ ചുമതല തിരിച്ചെത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നുവെന്ന് കഴിഞ്ഞ ദിവസം, അതായത് അമ്മയുടെ ജനറൽ ബോഡി കഴിഞ്ഞ ശേഷം തന്റെ രാജി അറിയിച്ച ശ്വേതാ മേനോൻ പുറത്തിറങ്ങിയ സമയത്ത് മീഡിയയോട് പ്രതികരിച്ചത് അങ്ങനെയാണ്. ആ സമയത്ത് തന്നെ അവർ സെപ്റ്റംബർ മുതൽ ജൂൺ വരെയുള്ള എല്ലാ കണക്കുകളും കൃത്യമാണ്. അതേസമയം മുൻപുള്ള കമ്മിറ്റി, അതായത് ബാബുരാജ് ചുമതല ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ആ കണക്കുകൾ വ്യക്തമാക്കാനുണ്ട്. അതേസമയം തന്നെ ഇവിടെ മറ്റൊരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, അവിടുത്തെ മാനേജറായിരുന്ന പെൺകുട്ടിയെ പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിൽ ഉണ്ണി ശിവപാൽ, അതായത് ട്രഷറുടെ ചുമതല ഉണ്ടെന്ന് ഉണ്ണി ശിവപാൽ ഒരു മെസ്സേജും അറിയിക്കാതെ വിദേശത്തേക്ക് പോയി അദ്ദേഹം ഒളിച്ചോടിപ്പോയ പോലെയാണ് അന്ന് ശ്വേതാ മേനോൻ അന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ കൂടി ക്രോഡീകരിച്ചാവും. പക്ഷേ 26-ാം തീയതി മാധ്യമങ്ങളെ കാണുമ്പോൾ ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയും മറ്റു രാജ്യത്തെ അംഗങ്ങളും പ്രതികരിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം തന്നെ അഡ്ഹോക് കമ്മിറ്റിയുടെ, അതായത് രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിൽ പുതിയ അഡ്ഹോക് കമ്മിറ്റി കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുത്തിരുന്നു. അതിൽ നിലവിലുള്ള സംഘടനയിൽ ഉണ്ടായിരുന്ന അതിന്റെ അഡ്ഹോക് കമ്മിറ്റി, നേരത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ റോണി അതിൽ തുടരുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധമാണ്. പക്ഷേ അമ്മയെ സംബന്ധിച്ച് ചില ചികിത്സാ പദ്ധതികളുണ്ട്, അമ്മയെ ആശ്രയിച്ച് ജീവിക്കുന്ന മുതിർന്ന അംഗങ്ങളുണ്ട്. ഇവരുടെ എല്ലാം കാര്യങ്ങൾ ക്രോഡീകരിക്കാൻ സഞ്ജീവനി ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ ക്രോഡീകരണത്തിന് വേണ്ടിയാണ് റോണി കൂടി അതിന്റെ ഭാഗമായിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട്, അതായത് അഡ്ഹോക് കമ്മിറ്റിയിൽ ആരോപണ വിധേയരായ ആരും അഡ്ഹോക് കമ്മിറ്റിയിൽ ഉണ്ടാകരുത് എന്നുള്ള അഭിപ്രായം അമ്മയിൽ കോമൺ ആയിട്ട് ഉയർന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ തീരുമാനം അതായത് ശ്വേതാ മേനോനുള്ള പരോക്ഷ പിന്തുണയുമായിട്ടാണ്, അതായത് ശ്വേതാ മേനോന്റെ തീരുമാനവുമായുള്ള പരോക്ഷ പിന്തുണയുമായിട്ടാണ് കഴിഞ്ഞ ദിവസം ആശ അരവിന്ദൻ രാജിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. അങ്ങനെ ഈ അഡ്ഹോക് കമ്മിറ്റിയിൽ ശ്വേത പ്രസിഡന്റായ സമിതിയിലെ ഡോക്ടർ റോണി ഉള്ളതാണ് മറ്റു ശ്രദ്ധേയമായ ഒരു വിഷയം വന്നത്. അത് ഇത്തരത്തിൽ അദ്ദേഹം ഒരു ഡോക്ടർ ആയതുകൊണ്ടും മറ്റു ചികിത്സാ പദ്ധതികളുടെയും സഞ്ജീവനിയുടെയും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തിന്റെ സഹായം അഡ്ഹോക് കമ്മിറ്റിക്ക് ആവശ്യമാണ് എന്നുള്ള നിലപാടാണ് നിലവിലുള്ളത്. താരസംഘടനയായ അമ്മയിലെ പ്രതിസന്ധി അത് ഉടലെടുത്തിട്ട് ദിവസങ്ങളായി. ആഭ്യന്തരമായ സംഘർഷം അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് ഈ ഭരണസമിതി ഒന്നാകെ കൂട്ടരാജി വെച്ച സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കണക്കുകളും കാര്യങ്ങളിലുമൊക്കെ നിരവധിയായ ചോദ്യങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലവും വിമർശനം ഉയർന്നു വന്ന പശ്ചാത്തലം, അൻസിബ പരാതി ഉന്നയിച്ചപ്പോൾ അതിനെ കൈകാര്യം ചെയ്ത രീതി, ഇതൊക്കെ വലിയ തോതിൽ വിമർശനങ്ങൾക്ക് വഴിവെച്ച പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഭരണസമിതി ഒഴിഞ്ഞത്. കണ്ണൂർ വാണിയപ്പാറ ഉണ്ണിയേശു പള്ളിയിലെ 38-ാം നമ്പർ ദുരൂഹ കല്ലറ തുറക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.